അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ST മീഡിയ വഹാബി പ്രധാന വാർത്തകൾ വായിക്കുന്നത് അബൂഹിബ അഷ്റഫി പയ്യോളി. വിസ്റ്റം നേതാക്കളെ മുഴുവൻ കോടതി കയറ്റുമെന്ന് സാജിദ് തിരൂരങ്ങാടി. ധൈര്യമുണ്ടെങ്കിൽ തനിക്കെതിരെ മുജാഹിദ് ബാലുശ്ശേരി കേസ് കൊടുക്കട്ടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് സാജിദ് തിരൂരങ്ങാടി. എന്തുകൊണ്ടാണ് സാജിദ് തിരൂരങ്ങാടിക്കെതിരെ കേസ് കൊടുക്കാത്തത്? പോലീസ് സ്റ്റേഷൻ കാണാത്തത് കൊണ്ടാണോ എന്ന് പരിഹസിച്ചുകൊണ്ട് KNM നേതാവ്. പത്രസമ്മേളനം നടത്താനൊരുങ്ങി വിസ്റ്റം ജിന്നുമ്മ. വിസ്റ്റം നേതാക്കളുടെ കോലം കണ്ടും ചേല് കണ്ടും KNMകാർ വഞ്ചിതരാവരുതെന്ന് KNM പ്രമുഖ നേതാവ്. വിസ്റ്റം തൗഹീദ് ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച് പല KNM പ്രവർത്തകരും അവരോടൊപ്പം കൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും KNM നേതാവ്. ചങ്ങരംകുളം ഭാഗത്തു നിന്ന് ഹജ്ജിന് കൊണ്ടുപോകുന്ന വിസ്റ്റം അമീർ തനിച്ച മന്ത്രവാദിയാണ്. ഫൈസൽ മൗലവി മന്ത്രവാദ പഠന ക്ലാസ് നടത്തിയിട്ടുണ്ട്. സാജിദ് തിരൂരങ്ങാടിക്കെതിരെ മുജാഹിദ് ബാലുശ്ശേരി എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? KNMന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് TK അഷ്റഫ് സംഘടനയെ തകർക്കാൻ ശ്രമിച്ചു. വിസ്റ്റം മന്ത്രവാദികൾക്ക് മന്ത്രവാദം നടത്താൻ സെന്റർ അനുവദിക്കണമെന്ന് അബൂബക്കർ സലഫി വാദിച്ചു. തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ സാജിദ് തിരൂരങ്ങാടി നടത്തിയിട്ടും എന്തുകൊണ്ട് വിസ്റ്റം നേതാക്കൾ നിഷേധിക്കുന്നില്ല എന്ന് KNM നേതാവ്. വിസ്റ്റത്തിന്റെ ജാമിയ ഹിന്ദിലടക്കം മന്ത്രവാദ ചികിത്സയും മന്ത്രവാദികളും മന്ത്രവാദിനികളും കയറിയിറങ്ങിയിട്ടുണ്ടെന്നും KNM നേതാവ്. സമസ്ത അനാചാരം ചെയ്യുന്നു, ഖുറാഫാത്ത് ചെയ്യുന്നു എന്നാരോപിച്ച KNM നേതാവ് തെളിവ് മാത്രം നൽകിയില്ല. അതേസമയം സമസ്തയുടെ തൗഹീദ് പിൻപറ്റി വഹാബിസം വിട്ടവർ KNMകാരാണെന്ന് താജുദ്ദീൻ സ്വലാഹി ആരോപിച്ചു. വാർത്തകൾ വിശദമായി. നമുക്കാദ്യം താജുദ്ദീൻ സ്വലാഹിയുടെ ആ പ്രഭാഷണം കേൾക്കാം. ശേഷം വിസ്റ്റം ജിന്നുമ്മ പത്രസമ്മേളനം നടത്തുന്നതും സാജിദ് തിരൂരങ്ങാടി കോടതി കയറ്റുന്നതുമായ വാർത്തകൾ നമുക്ക് കേൾക്കാം. ഈ 12 കൊല്ലത്തെ ഇതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം എന്താ? സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുണ്ടാക്കിയ പള്ളി, അവർ കഴുകിയിരുന്ന പള്ളി, അല്ലെ, അവർ സംരക്ഷിച്ചിരുന്ന പള്ളി പോയതാണോ? വാപ്പ പണങ്ങിയതാണോ? അതിലേറെയൊക്കെ വലിയ നഷ്ടങ്ങൾ ഞാൻ പറയാം. ഒന്ന്, തൗഹീദിന്റെ അടിത്തറ പൊളിച്ചു. ആ അടിത്തറ ആദ്യം പൊളിച്ച് സലാം സുല്ലമിയാണ്. സലാം സുല്ലമിയുടെ അടിത്തറ ഒന്ന് കേട്ടോളൂ. അതാണ് അദ്ദേഹത്തിന്റെ തൗഹീദ്. ജിന്നും മലക്കും അഭൗതികമായ സൃഷ്ടികളാണ്. ഇതേ അടിത്തറയുള്ള വേറൊരു ടീം ഇവിടെ ഉണ്ട്, സമസ്തക്കാര്. അവർക്ക് ഒന്നും കൂടി കൂടും. അവർക്ക് എന്താ കൂടുക? അവർക്ക് കൂടുക ഔലിയാക്കള്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഓരോ പ്രദേശത്തും ഓരോ ശാഖയിലുള്ള മനുഷ്യന്മാരെ നിരത്തി കാഫറാക്കാൻ വേണ്ടിയാണ് ഇത് പറയണത്. ഇത് ഇനി പറഞ്ഞിട്ടില്ലെങ്കിലുള്ള വിഷമം എന്താ അറിയോ? ഇവര് ഓരോ ദിവസവും കൂടുതൽ ആരോപണങ്ങളായിട്ട് വരികയാണ്. കാരണം 2012 മുതൽ പണിയെടുത്തിട്ട് ഒന്നും ഇവിടെ നടന്നിട്ടില്ല. 6 മാസം കൊണ്ട് മൊത്തം പൊളിഞ്ഞു പോകുന്നു പറഞ്ഞിട്ട് എന്താ ഉണ്ടായത്? വീഡിയോ ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്, അല്ലെ? എന്താ ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവര് കൃത്യം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ ഞാൻ കൊണ്ടുവരുന്നു. അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്. നമ്മളെ മുസ്ലിങ്ങളുടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അഭൗതികത്വമുള്ള ആൾ ഒരാൾ മാത്രമേ ഉള്ളൂ, വേറെ ആളില്ലാന്ന് വിശ്വസിക്കലല്ല തൗഹീദ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ മലക്കുകൾ വിശ്വസിക്കാൻ പറ്റൂല. മലക്കുകൾക്ക് അഭൗതികത്വമുണ്ട്. അഭൗതികത്വമുള്ള ഒരുപാട് ആളുകൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ അഭൗതികത്വമുള്ള കുറെ ആളുകൾ ഉണ്ടാകുകയാണെങ്കിൽ ആകാശഭൂമികൾ നാശമടയൊന്നും പറയാൻ പറ്റൂല. അപ്പോ ദൈവമാക്കുക. ഓക്കെ, അപ്പൊ അഭൗതികം മലക്ക ഭൗതികാണ്, ജിന്ന ഭൗതികാണ്, ഔലിയാക്കൾ അഭൗതികാണ്. ആ അസ്ലാണ് ആർക്കുള്ളത്? സമസ്തക്കാർക്കുള്ളത്. അതേ അസ്ലിലേക്ക് അബ്ദുറഹ്മാൻ സലഫി ഈ സംഘടനയെ കൊണ്ടുപോകണം. അദ്ദേഹം പറയട്ടെ. ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണെന്ന് പറയുന്നത്. ഏത് 2007 മുതൽ 2002 മുതൽ മൂപ്പർക്ക് ഇതൊന്നും അങ്ങനെ ആയിരുന്നില്ല. പെട്ടെന്നൊരു ദിവസമായി.
അഭൗതിക കഴിവാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്, ഗൈബിയായതാണ്, അല്ലെ, അദൃശ്യമായതാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇതേതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞൊന്നല്ല, സംസ്ഥാന സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഇതേ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടോളൂ. അദൃശ്യമാണ്, അഭൗതികമാണ്. ആ ജിന്നിന്റെ കഴിവും അദൃശ്യമാണ്, അഭൗതികമാണ്. ആ ജിന്നിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന സഹായമോ ഞാൻ ഇവിടെയുള്ള ഒരാളോട് ചോദിക്കുന്ന പോലെ, നിങ്ങൾ എന്നോട് പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സഹായമാണോ? അല്ല. അദൃശ്യമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത്, അഭൗതികമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, അപ്പോ ആ കഴിവും അഭൗതികമാണ് എന്നുള്ളിടത്തെത്തി. ഇനി നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഈ വാദം, സമസ്തയുടെ വാദം, നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ എത്തിപ്പെട്ട വാദം, ശിർക്കൻ വാദം, വിശ്വാസത്തിന് കളങ്കം ചാർത്തപ്പെട്ട വാദം, തൗഹീദിന്റെ അടിത്തറയിളക്കുന്ന വാദം തെളിവ് കൂടി ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, കേട്ടോളൂ. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരു ആയത്തും ധരിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. കേട്ടല്ലോ. അപ്പൊ ഇതിപ്പോ ഈ ഭൗതികാഭൗതികം ഒന്നും ഇപ്പൊ ചില ആൾക്കാർക്ക് താല്പര്യമില്ല. ഇവിടെ വന്ന അനസ്മോലി നടത്തിയത് ഇവർക്ക് ഇങ്ങനെ ഭൗതികാഭൗതികം എന്നൊക്കെ പറഞ്ഞ കുറെ സംവിധാനം ഉണ്ടെന്ന് അദ്ദേഹം പറയട്ടെ. ഞങ്ങളുടെ വ്യാഖ്യാന പ്രകാരം അത് ശിർക്കല്ല. കാര്യം ഭൗതികം അഭൗതികം കാര്യകാരണ ബന്ധം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിസ്റ്റം ഞങ്ങൾക്കുണ്ട്. ഈ സിസ്റ്റം നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ തൗഹീദിലുള്ള കാലത്ത്. നിങ്ങൾക്ക് തെറ്റായ അജണ്ടകൾ കയറുന്നതിന്റെ മുമ്പ് നിങ്ങൾ സത്യമായി പറഞ്ഞിരുന്ന കാലത്ത്. അതുകൊണ്ട് അനസ്മോലവി അത് നിങ്ങൾക്കുണ്ടായിരുന്നു തെളിയിക്കാൻ നിങ്ങളെ ക്ലിപ്പന്നെ ഇടണം. അത് ഖുർആനൊന്നും കിട്ടൂല. അനസ്മോലിന്റെ കൗലല്ലല്ലോ ഖുർആനിലുള്ളത്. അതുകൊണ്ട് അനസ്മോലെ വൃത്തിക്കാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ. നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ. എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ, അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പളാച്ചപ്പെണെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാത്തിക്കണം എന്തിനാ? ഞങ്ങൾക്ക് ഈ ജാതി പ്രയോഗങ്ങളോടൊന്നും അങ്ങനെ പ്രതികരിച്ച ശീലല്ല, അല്ലെങ്കിൽ പറയാൻ അറിയായിട്ടൊന്നുമല്ല. പക്ഷെ ഇതിനൊരു ഇബാദത്തായി കാണുന്നുണ്ട്, അതിനൊന്നും പറയണില്ല. 3 പുസ്തകങ്ങളിലുള്ളതാ മൂപ്പര് ഉദ്ധരിച്ചത്. മൂപ്പര കൗലല്ല, അല്ലെ, മൂപ്പര തൊള്ളയല്ല. 3 പുസ്തകങ്ങൾ. ആരാ? കെ എം മൗലവി സാഹിബിന്റെ പുസ്തകം. എന്തുകൊണ്ടെന്നാൽ ഒരു ഉപകാരം ചെയ്യാനോ ദോഷം വരുത്താനോ ഉപകാരത്തെ തടയാനോ ദോഷത്തെ നീക്കാനോ ഉള്ള മറഞ്ഞതായ അധികാര ശക്തി, ആദിയായ സബബുകൾക്കപ്പുറമുള്ള അധികാര ശക്തി സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ. സൃഷ്ടികൾക്കാർക്കും, ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ ആർക്കുമില്ല. മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ഹയവാത്തിനാത്തിനാകട്ടെ, ജമാദാത്തിനാകട്ടെ ആർക്കും ഇല്ല, ഒന്നിനുമില്ല. അങ്ങനെയുള്ള മറഞ്ഞ അധികാര ശക്തി ഏതൊരു വസ്തുവിലുണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ അയാൾ ആ വസ്തുവിനെ തന്റെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. ഈ ധാരണയുടെ ഫലമായി ഉണ്ടാകുന്ന വണക്കമത്രേ ഇബാദത്ത്. പ്രിയപ്പെട്ട മുജാഹിദുകളെ, നല്ലോണം ആലോചിച്ചോളൂ. സംഘടനയുടെ ലേബിൾ പറഞ്ഞ്, ഓഫീസ് പറഞ്ഞ്, ലെറ്റർ ഹെഡ് പറഞ്ഞ് മറുചേരിയിൽ നിൽക്കുന്ന സുഹൃത്തുക്കളെ, തൗഹീദിന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു. ഈ ആരുണ്ടാകൂല. നമ്മളെ ഖബറിൽ ചരിച്ചു കിടത്തും, മുകളിൽ പോയി കല്ല് വെക്കും, മണ്ണിട്ട് ജനം തിരിച്ചു വരും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ ഓർത്താലായി. എന്നാൽ നമ്മൾ നമ്മുടെ തൗഹീദിന്റെ അടിത്തറ പൊളിക്കുകയാണ്. അല്ലാഹു അല്ലാതെ ജമാദാത്തിനോ മലക്കുകൾക്കോ ആർക്കും ഇങ്ങനൊരു കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ഇലാഹാക്കലാണ്, ശിർക്കാക്കലാണ്. ഇതെങ്ങനെ വന്നത്? മുജാഹിദികൾക്കെതിരിൽ ശുദ്ധമായ ശിർക്ക് ആരോപിച്ചപ്പോ തൗഹീദിന്റെ അടിത്തറ പൊളിഞ്ഞു. അതുകൊണ്ട് വന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പല കേരള നദുവത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകരും വിസ്റ്റത്തിന്റെ ആളുകളെ കോലം കണ്ടിട്ടും അവരുടെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ടും അവര് ശരിയാണ് എന്നുള്ള നിലയ്ക്ക് അവരെ പിന്നാലെ കൂടുന്നുണ്ട്. എന്നാൽ വിസ്റ്റത്തിന്റെ ചെങ്ങരംകുളത്തുള്ള അജ്ജിനും ഉംറക്കും കൊണ്ടുപോണ ഒരു അമീർ ഈ മന്ത്രവാദ ചികിത്സകളുമായി ബന്ധപ്പെടുന്ന ആളാണ്. ഈ മന്ത്രവാദ ചികിത്സ ശരിയാണ് എന്ന് വിശ്വസിക്കുകയും
അത് നടത്താൻ പ്രേരിപ്പിക്കുന്ന വ്യക്തിയാണ് എന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും മുജാഹിദുകളായ നമ്മൾ കാട്ടിക്കൂട്ടലുകൾക്ക് പിന്നാലെ പോകണ്ട. കണ്ണടച്ചുകൊണ്ട് നീട്ടി കുടുംബ സദസ്സുകളിൽ ഇമ്പമാറുന്ന പ്രസംഗങ്ങൾ നടത്തുന്നവരൊക്കെ ഉണ്ടാവും. കണ്ണുകെട്ട് തുറക്കാനും അവർക്ക് തെക്കുകൊണ്ട് കണ്ണിങ്ങനെ തുറക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഈ മന്ത്രവാദികളുടെ ഉസ്താദാണ് അദ്ദേഹം. നിങ്ങളാണ്ട് പേരാണ് ചിന്തിച്ചോളി. കുടുംബ സദസ്സുകളിലൊക്കെ വിസ്റ്റങ്കാരെന്താ എഴുതിയിരുന്നത്? കേരളത്തിലെ ഇഷ്ടപ്പെട്ട കേരള ജനതയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രഭാഷകനാണെന്നാ. തെക്കുവങ്ങനെ ഒഴുകണത് നമ്മളിങ്ങനെ കാണും. മനസ്സിലായില്ലേ? വിസ്റ്റത്തിന്റെ PN മുതൽ ഇങ്ങോട്ട് താഴോട്ട് ഒരുപാട് വിസ്റ്റം പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ മന്ത്രവാദത്തിന്റെ വലയിലാണ്. വെറുതെ പറയല്ല. ബാലുശ്ശേരി കേസ് കൊടുത്തോ സാജിദ് തിരൂരങ്ങാടിക്കെതിരെ? PN നിഷേധിച്ചോ? സാജിദ് തിരൂരങ്ങാടി പറഞ്ഞത് TK അസ്രഫ് നിഷേധിച്ചോ? മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് സാജിദ് പറഞ്ഞതും കേരള നദുവത്തുൽ മുജാഹിദീന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടി കളിച്ചതും TK അസ്രഫ് നിഷേധിച്ചോ? ഫൈസൽ മുസ്ലിയാർ മന്ത്രവാദികൾക്ക് ക്ലാസ് എടുത്തിട്ടില്ല എന്ന് നിഷേധിച്ചോ? അബൂബക്കർ സലഫി മന്ത്രവാദികൾക്ക് മന്ത്രവാദം നടത്താൻ സെന്റർ വേണമെന്ന് പറഞ്ഞു എന്ന് സാജിദ് തിരൂരങ്ങാടി പറഞ്ഞ് നിഷേധിച്ചോ? ആരിസ് കായക്കൊടി 3 ദിവസം മന്ത്രവാദ ചികിത്സയ്ക്ക് വേണ്ടി വീട് ഒഴിഞ്ഞു കൊടുത്തു എന്നത് ആരിസ് കായക്കൊടി നിഷേധിച്ചോ? എവിടെ കേസ്? പോലീസ് സ്റ്റേഷൻ കാണില്ല നിങ്ങളാരും. സാജിദ് തിരൂരങ്ങാടി തിരിച്ച് മുജാഹിദ് ബാലുശ്ശേരി വെല്ലുവിളിച്ചപ്പോ സാജിദ് തിരൂരങ്ങാടി ഏറ്റെടുത്തല്ലോ. അത് ധൈര്യമുണ്ട് എങ്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. എവിടേക്കേ പോയത്? സാജിദ് തിരൂരങ്ങാടി എന്താ പറഞ്ഞെന്നറിയോ? എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്താൽ ആ കേസ് കൊടുത്തത് ഞാൻ അംഗീകരിക്കും. പക്ഷേ വിസ്റ്റത്തിന്റെ A to Z പണ്ഡിതന്മാരെ ഞാൻ കോടതി കയറ്റും. വിസ്റ്റത്തിന്റെ ജാമിയ ഹിന്ദിലടക്കം മന്ത്രവാദ ചികിത്സ നടത്തിയിട്ടുണ്ട്. വിസ്റ്റത്തിന്റെ ജാമിയ ഹിന്ദിലെ അധ്യാപകനായി ഉയർന്ന നിലയിലുള്ള അധ്യാപകൻ പറഞ്ഞത്, ഒരു സ്ത്രീയുടെ അടുക്കൽ ജിന്നിറക്കാൻ പോയപ്പോൾ ആ സ്ത്രീയുടെ അടുക്കുള്ള ജിന്നിനോട് പറഞ്ഞാലോ അവിടെ വിട്ടിട്ട് എൻ്റെ മേത്തേക്ക് കയറിക്കോ. നിങ്ങൾ വല്ലാത്തൊരു സൃഷ്ടികളട്ടോ. മുജാഹിദ് പ്രസ്ഥാനത്ത് ഈ 2012 തുടക്കത്തിൽ പറഞ്ഞു ഇവർ മന്ത്രവാദ ചികിത്സ നടത്താനാ പോകുന്നത്. ഗീർവാണം മുഴക്കി മുജാഹിദ് ബാലുശ്ശേരി റോഡിന്റെ തെരുവുകളിൽ പ്രസംഗിച്ചു. ആ അനസ് മൗലവിയെ ആക്രോശിച്ചുകൊണ്ട് ആക്രമിക്കാൻ നോക്കി. അല്ലേ? അവൻ മുസ്ലിം അല്ല, അനസ് മൗലവി മുസ്ലിം അല്ല എന്ന് വരെ സമൂഹത്തിന്റെ മുന്നിൽ പച്ചയായിട്ട് പ്രസംഗിച്ചു. അല്ലേ? ശരീരം കൊണ്ടും ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും അറിവ് കൊണ്ടും അനസിനേക്കാളും മേലെയാണ് എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു. അനസ് മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷം ഇതുപോലുള്ള കെണിയിൽ പെട്ടിട്ടില്ല. ഞാനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൗഹീദ് പ്രസംഗിച്ചവനെന്ന് ഗീർമാണം മുഴക്കിയവൻ മന്ത്രവാദികളിൽ അകപ്പെട്ടുപോയി. വീടുകളിൽ മന്ത്രവാദ ചികിത്സ നടത്തൂ. റാക്കിച്ചിയെ വന്നുകൊണ്ട് മന്ത്രവാദ ചികിത്സ നടത്തി എന്ന് തെളിവ് സഹിതം നിരത്തിയപ്പോ കേസൊക്കാണ്ട് പോയി. കേസ് കൊടുത്താൽ അടുത്തത് രംഗത്ത് വരാനുള്ളത് ആരാറിയോ? റാക്കിച്ചിയാണ്. റാക്കിച്ചിയുടെ ഭർത്താവാണ്, മന്ത്രവാദിനിയുടെ ഭർത്താവാണ് അടുത്തത് വരാനുള്ളത്. മന്ത്രവാദിനിയാണ് പത്രസമ്മേളനം നടത്താനുള്ളത്. നിങ്ങൾ എത്രത്തോളം ചാടുമെന്ന് നോക്കുകയാണ് അവര്. മനസ്സിലായില്ലേ? എന്തേ ഹാരിസ് കായക്കൊടി നിഷേധിക്കാത്തത്? നിങ്ങളുടെ ജോലി അടക്കം തെറിപ്പിക്കുന്ന പരിപാടി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള മന്ത്രവാദ ചികിത്സക്ക് നിങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ജോലി അത് ബാധിക്കും. വെറുതെ അല്ല നിങ്ങൾ ഇറങ്ങാത്തത്. നിങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ പടുകുറാഫികളാണ്. സമസ്തയെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലേക്ക് വലിച്ചിടുന്ന കുറാഫികൾ, അതിന് ഓശാന പാടുന്ന ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഞാൻ നിലകൊള്ളുന്ന സംഘടനയിലുണ്ടായിട്ടും പള്ളി മിമ്പറിൽ വെച്ചുകൊണ്ട് പള്ളി മിമ്പറിൽ വെച്ചുകൊണ്ട് തെക്കുവ വലിപ്പിക്കുന്ന പലരും അതിലുണ്ട്. എന്താ നിങ്ങൾക്ക് തുറന്നു പറയാൻ കഴിയാത്തത്? ഖുർആൻ വിവർത്തകനെ എന്നൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ടും പച്ചയായി ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ട് കാമ എന്നൊരു അക്ഷരം മിണ്ടാൻ കഴിയുന്നുണ്ടോ? എന്താ കഴിയാത്തത്? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കുന്നവരാണ് നിങ്ങൾ.
മനസ്സിലായില്ലേ? ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് ഉറങ്ങാൻ, മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ സാധ്യമല്ല. ഒരു അണുമണി തൂക്കം ഈമാൻ നിങ്ങളുടെ കൽബിലുണ്ട് എങ്കിൽ ഈ വിസ്റ്റം സംഘടനക്ക് അനുകൂലമായി നിന്നുകൊണ്ട് നിങ്ങൾ എന്തിനാ ഇപ്പം വാദപ്രതിവാദമായിട്ടൊക്കെ വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ എന്തേറ്റ് വന്നാലും ഞങ്ങൾ റെഡിയാണ്. മുജാഹിദ് പ്രസ്ഥാനം റെഡിയാണ്. നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലെ പൊട്ടക്കിണറ്റിൽ നിന്ന് കഷ്ടപ്പെട്ട് പാടുപെട്ട് പുറത്തെടുത്ത ഒരു വിഭാഗത്തെ കരക്കെത്തിയപ്പോൾ വീണ്ടും അതിലേക്ക് തള്ളിയിട്ടുകൊണ്ട് മുസ്ലിയാരും കൂട്ടരും സമസ്തയിലേക്ക് ചരട് വലിക്കുകയാണ്. പച്ചയായി ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. സ്വഹാബാക്കളുടെയും മുഫസ്സിരികളുടെയും സലഫി പണ്ഡിതന്മാരുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. മന്ത്രവാദത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. മന്ത്രവാദ ചികിത്സകൾ നടത്തിയിട്ടുണ്ട്. ധൈര്യമുണ്ട് എങ്കിൽ നിഷേധിക്കുക. നിങ്ങൾ നിഷേധിക്ക്, സമൂഹത്തിന്റെ മുന്നിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അലൈസ ഫീകും റജുലുൻ റഷീദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ അതുപോലെ ഒരുത്തൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറ. ഞങ്ങൾ പറയും, ഏതെങ്കിലും കേരള നദുവത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകനോ ആരെങ്കിലും അത്തരത്തിലുള്ള മന്ത്രവാദ ചികിത്സകൾക്ക് അനുകൂലമായി നിൽക്കുകയോ അത് നടത്തുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവന്റെ അഖീദയിൽ വ്യക്തമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ വിസ്റ്റംകാര? അവരും തൗഹീദ് തന്നെയല്ലേ പറയുന്നത്? അവർ നല്ല രൂപത്തിൽ തന്നെയല്ലേ? അവർ ക്ലാസ്സുകളൊക്കെ ഖുർആൻ ക്ലാസ്സുകളൊക്കെ തന്നെയല്ലേ? അതൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവർ ചരട് വലിക്കുന്നത് സമസ്തയിലേക്കാണ് എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ട മുജാഹിദുകളെ ഇനിയെങ്കിലും തിരിച്ചറിയാൻ വൈകിപ്പോകരുത്. ഹാരിസ് ഇബ്നു കിസരീം കണ്ണടച്ചുകൊണ്ട് തെക്കുവ ഒലിപ്പിച്ചുകൊണ്ടുള്ള ഇമ്പമാർന്ന ക്ലാസ് കണ്ണുകൊണ്ട് തുറക്കാൻ മൂപ്പർക്ക് കഴിയൂല. കണ്ണടച്ച് പിടിച്ചു കണ്ട ക്ലാസ് എടുക്കല്. സാജിദ് തിരൂരങ്ങാടി പറഞ്ഞത് ധൈര്യമുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് എന്നെങ്കിലും വിഷ്ടത്തിന്റെ പണ്ഡിതന്മാരെ, ഖത്തീബുമാരെ, നിങ്ങൾ പള്ളി മിമ്പറുകളിൽ എന്നെങ്കിലും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഈ മുജാഹിദുകൾക്ക് മുന്നിൽ ഖുത്ബ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല, ഞങ്ങളുടെ സംഘടനയിൽ അതൊന്നില്ല, ഞങ്ങളുടെ പണ്ഡിതന്മാർ അതിന് കൂട്ടുനിന്നിട്ടില്ല എന്നൊന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയൂല. കാരണം ഞങ്ങളെ പണ്ഡിതന്മാർ A to Z പടു ഖുറാഫികളും മന്ത്രവാദ ചികിത്സ നടത്തിയവരുമാണ്. നിഷേധിക്കാൻ എന്താ കഴിയാത്തത്? പച്ചയായി ഇത്ര ഇത് ഇല്ലാത്തതാണ് എങ്കിൽ ധൈര്യമുണ്ട് എങ്കിൽ കേസ് കൊടുക്കുക. എന്തൊക്കെയായിരുന്നു നിങ്ങൾ മുജാഹിദ്? നിങ്ങൾ മർക്കസ് കേരള നദുവത്തുൽ മുജാഹിദിലേക്ക് ചേർക്കാൻ ഹദീസ് നിഷേധം കാരണം നിങ്ങൾ വേറെ പോയത്? ഈ മന്ത്രവാദ ചികിത്സ നടത്താനോടോ? താമസിയാതെ നിങ്ങളെ കൂട്ടത്തിൽ ജാറം പോന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളി. അള്ളാഹു നിങ്ങളെ ഷെറിനെ തൊട്ട് മുജാഹിദുകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇല്ല മക്കളെ, നിങ്ങൾ കളിച്ചാലൊന്നും ഞങ്ങൾ പിടിക്കും. ഞങ്ങൾ നിങ്ങളുടെ കൊല്ലിക്ക് പിടിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയിപ്പിക്കും. അല്ലേ? നിങ്ങളെ തെക്കുവ എന്തിനാന്നുള്ളത് ഞങ്ങൾക്കറിയാം. മുജാഹിദ് പള്ളികളുടെ മിമ്പർ ഈ ഖുറാഫാത്തുകൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അന്ധവിശ്വാസികളായ നിങ്ങൾ മുജാഹിദ് പള്ളികളുടെ മിമ്പർ സ്ഥാനം രാജിവെക്കണം. അല്ലെങ്കിൽ മുജാഹിദുകൾ പിടിച്ച് വലിച്ചു പുറത്തേക്കിടുങ്ങളെ. പെരിന്തൽമണ്ണയിലൊക്കെ മുജാഹിദുകളുടെ അധ്വാനത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ പള്ളിയാണ് അതൊക്കെ. അതിമ കയറിയിട്ട് മന്ത്രവാദ ചികിത്സകൾ നടത്തുന്നവർ ഖുതുബ പറയുന്നുണ്ട് എങ്കിൽ മുജാഹിദുകൾ ആവർത്തിച്ചു പറയുന്നു, നിങ്ങളെ പിടിച്ച് വലിച്ചിടുന്ന കാലം വിദൂരമല്ല എന്ന്. എന്താ TK അഷ്റഫ് നിഷേധിക്കാത്തതോട്? TK അഷ്റഫ് ചെയ്ത ളുൽമുകൾ സാജിദ് തിരുവങ്ങാടി പച്ചയായി പേരെടുത്ത് പറഞ്ഞില്ലേ? എന്താ നിഷേധിക്കാൻ കഴിയാത്തത്? നിങ്ങളൊക്കെ വെള്ളിയാഴ്ച ഖത്തീബ് മിമ്പർമ കയറുന്നത് എന്തിനു വേണ്ടിയിട്ടാ ചങ്ങായിമാരെ? അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണോ? നിങ്ങൾക്ക് സമസ്തക്കെതിരെ പരിപാടി നടത്താൻ നിങ്ങൾക്ക് എന്തർഹത ചങ്ങാതിമാരുള്ളത്? സ്വന്തം കാലിലെ മന്ത് മാറ്റിയിട്ട് മതി മറ്റുള്ളവന്റെ കാലിലെ നീരിനെ കുറിച്ച് സംസാരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തൊട്ട് മുജാഹിദുകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.